സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കുറച്ച് റീൽസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളെ കഴിഞ്ഞിട്ട് വീഡിയോക്ക് ഒന്നും വ്യൂസ് എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു. അപ്പം എൻ്റെ വ്യൂസ് ദൈവങ്ങളെ കാത്തോളം ഈ ഒരു വീഡിയോക്കെങ്കിലും വ്യൂസ് തരണേ. അപ്പം നിങ്ങളെല്ലാം ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലത്തെ കാര്യമെല്ലാം ചെയ്ത് പരിപാടിയൊക്കെ തുടങ്ങിക്കോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അയ്യോ, ഇത് മറ്റേ അഞ്ജന ചേച്ചി അല്ലയോ? ഇപ്പോഴും ജീവനോടുണ്ടോ? അഭിനയത്തിന്റെ കാര്യത്തിൽ ചേച്ചി സൂപ്പറാ. ഈ പോക്ക് പോവാണെങ്കിൽ നല്ലതായിട്ട് അങ്ങ് മോഹിക്കും. ആദ്യമേയൊക്കെ ചെറിയ ചെറിയ അസുഖം, ഇപ്പൊ നല്ല ഹൈ ലെവലിലോട്ട് ചെന്ന്. ഇനിയിപ്പൊ ഇത് വെച്ചോണ്ട് ആരെങ്കിലും നോക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനെ വല്ല തുണിക്കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നല്ലതായിരിക്കും. ക്യാപ് കട്ടി പോലും കിട്ടാത്ത പുതിയ ഷേക്ക് എഫക്റ്റ് അത്. അതിനകത്ത് പുള്ളിക്കാരനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പിടിച്ച് അവിടെ നിന്നാ മതി, ബാക്കി ക്യാമറമാൻ ഏറ്റോളും. ആഷിക്കിന്റെ വീട്ടിൽ നിന്ന് കല്യാണമാണ്, സുമയ മോൾ ഇന്ന് കാത്തിരിപ്പാണ്. ആഷിക്ക് മോന്റെ നല്ല തന്തയ്ക്ക് വിളി കിട്ടായിരുന്നാ കൊള്ളാം. ഈ പുള്ളിക്കാരൻ സ്വന്തം കാര്യം നോക്കുന്നതിനെക്കാട്ടി ഇഷ്ടമുള്ള ബാക്കിയുള്ളവരുടെ കാര്യം. അതുകൊണ്ട് എന്താ ഇപ്പൊ എല്ലാം കൂടെ വലിച്ചിട്ട് ഊക്കിക്കൊണ്ടിരിക്കുക. ഇത് ആരാന്നറിയോ? എന്റെ ക്ലാസ്സിലെ പഠിപ്പിയ എന്തോ പറയാൻ. ഈ പഠിപ്പികളെയൊക്കെ വെച്ച് റീൽ ചെയ്തത് എന്റെ ഇതുപോലെ ഇരിക്കും. എന്തുവാന്നാ കാണിക്കുന്നതിനും അറിയത്തില്ല, കണ്ടോണ്ടിരിക്കുന്ന നമുക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ആഹാ, ഇവൻ ഏത് അടിച്ചിട്ടാണ് ഇത് നീ കാണിക്കുന്നത്? ഒരുത്തനാണ് തീരെ വയ്യ, അതിന്റെ പുറത്തോട് ഒരുത്തൻ കയറി ചാടുന്നത്. കൊള്ളാം. ഓ, അണ്ണം ഭയങ്കര സെസ്കിയാന്നാ തോന്നുന്നത് കണ്ടിട്ട്. ഇതൊക്കെ റൂമിനകത്ത് തന്നെ വെച്ചങ്ങ് ചെയ്തു കേട്ടോ, അതായിരിക്കും നല്ലത്. പുറത്തോട്ട് ഇറക്കണ്ട. പിന്നെ നാട്ടുകാരെ നടി കിട്ടും, തൊഴി കിട്ടും, പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് വേണ്ട. എന്തോ ചെയ്യാൻ പോയി അതിന്റെ അറ്റത്ത് പോയാണോ അതിന് ഇരിക്കുന്നേ? എപ്പ വീടും ചോദിച്ചാ മതി. പോയി. അങ്ങനെ അവനവന്റെ ലോകത്തേക്ക് മടങ്ങി. അതാണ് സത്യം. റിയലായിട്ടുള്ള ഇത് ആ എഫക്റ്റും കൂടെ വെച്ച് നോക്കിയിട്ട് ആ മുടി പോയതല്ലേ, എന്ത് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? കമന്റ് ചെയ്യണേ. ഇതെന്തുവാ? അത് ഒരച്ചൊരച്ച തേമ്പി പോയി കാണുമോ? ബാക്കിയെങ്കിലും എന്തിനും കാണുമോ അവിടെ? ആർക്കറിയാം എന്തൊക്കെയാണ്. വയസ്സങ്കാലത്ത് ഇട്ടങ്ങ് ഒരച്ചോള് വന്ന് ഉള്ളതും കൂടെ കളയാനായിട്ട്. ഷേവ് ചെയ്തിട്ട് സ്വന്തമായിട്ട് അങ്ങ് വിഴുങ്ങി. കണ്ടിട്ട് ഞാൻ എന്തോ പറയാനാണ്. അത് കഴിക്കുവോ? ചപ്പാത്തിയുടെ കൂടെ തന്നെ കറിയില്ലെന്നും പറഞ്ഞോണ്ട് ക്ലോസറ്റിൽ കൊണ്ട് നാരില് മുക്കൂടാ. അവനവന്റെ ഇഷ്ടമുള്ളത് ചെയ്തിട്ട് യൂറോപ്യൻ ക്ലോസറ്റിലോ സെപ്റ്റി ടാങ്കിലോ ഓടയിലോ എവിടെ കാണാൻ കൊണ്ടുവന്നിട്ട് മുക്കി തിന്നുവോ കുടിക്കോ എന്തോ വന്നു ചെയ്യും. പക്ഷെ കണ്ടോണ്ടിരിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടല്ലയോ? ഓ, കല്യാണം. ഈ കഴിഞ്ഞ മാസം തന്നെ എന്തുമാത്രം കല്യാണമാണ് നടന്നത്. ഈ സ്കൂൾ തുറക്കാൻ ഇനി ഒരു മാസം കൂടി ഉള്ളു. എന്നാലും ഒരു മാസം ഇതെല്ലാം കൂടെ കണ്ട് സഹിക്കണ്ടായോ? ഈ ഒരു മാസം കൂടി ഇനി കഴിഞ്ഞാൽ പിന്നെ 10-18 കല്യാണം കൂടെ കഴിയും. അതുകൊണ്ട് ഇനി ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇനി കണ്ടോണ്ടിരിക്കാൻ കണ്ണീന്ന് വെള്ളവും വരുന്നു. എന്തോ പറയാനാ. സ്പിരിറ്റാ സാർ, ഇതിലെ സ്പിരിറ്റാ സാർ, ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. ഓ, പരമശിവത്തിന്റെ ഒരു നാണം കണ്ടില്ലയോ? ഉത്തപ്പം വേണോ? പിന്നെ ബോണ്ട വേണോ? ഇത്താക്കുചേട്ടൻ തന്ന പുട്ടു വേണോ?
എന്തായാലും തീർന്നു. അപ്പൊ ഇന്നത്തേക്കിന് ഇത്ര ഉള്ളു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലത്തെ കാര്യമെല്ലാം നിങ്ങളത് ചെയ്തേക്കണം. ദൈവം ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. കാരണം യൂട്യൂബിലാണെങ്കിൽ 4K ഉണ്ട്, അവിടെ ആണെങ്കിൽ വെറും 200 സംതിങ് ഫോളോവേഴ്സ് മാത്രമല്ല. അപ്പോൾ അവിടെ എല്ലാവരും ഫോളോ ചെയ്യും. ഇപ്പൊ നമ്മുടെ വ്യൂസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലോണം നമ്മുടെ ചാനൽ ഇപ്പോൾ ഡൗൺ ആയിട്ട് നിൽക്കുക. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ ഗ്രാഫ് എന്തായാലും മണ്ടക്കൂട്ട് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ എന്തായാലും എല്ലാവരും കൂടെ നിൽക്കണം. വേറെ ഒന്നും ചെയ്യണം, നിങ്ങൾ കുറച്ച് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാവേ.